പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് പരിപ്പാണ്, പരിപ്പ് കറി. അപ്പോഴേ നമ്മളെ നാടൻ സ്റ്റൈലിൽ പരിപ്പ് വയ്ക്കാം. ഈ ഉരട്ടിച്ചട്ടിയിലിട്ട് നമുക്ക് പയർ വറുത്തെടുക്കാം. അപ്പം നമുക്ക് പയർ വറുക്കാൻ പോവാം. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതാ ഉരട്ടിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അനക്കട്ടെ. ആ നേരത്തിന് പയറിട്ട് കൊടുക്കാം. നമുക്ക് വറുത്തുനിന്ന് പയർ വയ്ക്കാം, പരിപ്പ് വയ്ക്കാം. കുറച്ച് മതി കേട്ടോ. കുറച്ച് പയറിട്ട് നമുക്ക് നന്നായി ഇളക്കി വറുത്തെടുക്കാം. പയർ നന്നായി ഇളക്കി വറുത്ത്, ഈ മുമ്പൊക്കെ ആളുകൾ പയർ വെക്കണം ഇങ്ങനെയാണ്, വറുത്ത് പൊളന്ന് അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞ്. പക്ഷെ ഇപ്പം എങ്ങനെയാണ്, എളുപ്പ വഴിക്ക് അങ്ങോട്ട് ഇടും. പയർ അങ്ങോട്ട് തട്ടിയിട്ട് വറക്കൂല, എന്നിട്ട് കഴുകി വാരി അടുപ്പിൽ വെച്ച് വേവിച്ച് അരപ്പും. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പണ്ട് വയ്ക്കണ പരിപ്പില്ല, നമുക്ക് അങ്ങനെ വെക്കാം. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ വറുത്ത് നന്നായി വറുത്ത് ഇതിനെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. പയർ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജാറിലോട്ട് ഇടാം. കളയണം, നിരന്ന പാത്രമായതുകൊണ്ട് ഇപ്പം കളയും. ഇതിലിട്ടൊന്ന് നമുക്ക് അടിച്ചതിൻ്റെ ഉമ്മി കളയണ്ടേ. എനിക്ക് അമ്മിയില്ല കേട്ടോ, അമ്മിയും കുഴവിയൊന്നുമില്ല. അപ്പം ഇതൊന്ന് മിക്സിയിലെ ജാറിലിട്ട് ഇന്നുകൂടെ ഇട്ട് പൊടിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ കണ്ട മുറ ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഉമി കളയണമല്ലോ. അപ്പം എന്താ ചെയ്യുക, വെളിയിൽ നല്ല കാറ്റ് നോക്കിയാണെങ്കിൽ എന്തൊരു കാറ്റ്. ഓണൊക്കെ ഷീറ്റൊക്കെ എടുത്തോട്ട് പോയി. അപ്പം ഇതെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴുകി വാരാം. ഇനി ഇത് ഈ കലത്തിലാണ് വെക്കുന്നത്, പരിപ്പ് വയ്ക്കുന്നത്, മൺകലം. അപ്പം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. കഴുകി നല്ലോണം വൃത്തിയാക്കി ഈ പൊളന്നതിന് ശേഷം കേട്ടോ പൊടിച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇതാ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കണത് ഉണ്ടാവും ചെറിയ ഉള്ളി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് ഒരു പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ, നമ്മൾ വറുത്ത പയറായതുകൊണ്ട് ഇച്ചിരി വേവ് കാണും. അപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഇതിലോട്ട് ഒഴിക്കാം, കുറച്ച് ഒഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് അരപ്പിട്ടതിന് ശേഷം നോക്കി ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. കത്തിച്ച് വെളിയിൽ കാറ്റായതുകൊണ്ട് തീ പടർന്ന് പിടിക്കണമല്ലോ. അങ്ങനെ പയർ അടുപ്പിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരത്തിന് തേങ്ങ, വെളുത്തുള്ളി വേണ്ട ഒരു കഷ്ണം എടുത്തോളൂ. അതിൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പയറിൽ. പിന്നെ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി. ഇനി ജീരകം എടുക്കട്ടെ. ജീരകം എന്താ എടുത്ത് വെച്ചിട്ട് ജീരകത്തിൽ തോനെ ഇടണം. ജീരകം ഇട്ട് വെള്ളം ഒഴിക്കാം. ഒന്ന് അടിച്ചെടുക്കാം. കറണ്ട് ചിലപ്പോൾ പോകും കേട്ടോ, കാറ്റുള്ളതുകൊണ്ടേ പോയി വന്ന് നിൽക്കണം. അപ്പം ഇതൊന്ന് പെട്ടെന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് ഇതാ പാത്രം വെച്ചിട്ടുണ്ട്. പരിപ്പിന് കടുക് വറുക്കാൻ കടുക് ഇടാം. ഇത്തിരി തോനെ കടുക് ഇടാം. കടുക് ടപ്പനെ പൊട്ടണ്. എന്നിട്ട് എന്താ പൊട്ടണ എന്താ തെറിക്കണം പുറത്ത് കുറച്ച് പൊട്ടി കഴിഞ്ഞിട്ട് ഇടത്തുള്ളൂ. ഇനി ഉള്ളി ഇടാം. കരിവേപ്പില ഇല്ല കേട്ടോ, കറിവേപ്പിലയും വാങ്ങിക്കണം. ഇപ്പോൾ ഉണക്കായപ്പോൾ കറിവേപ്പിലയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ആളുകളെ വീട്ടിൽ. നമ്മൾ മലക്കരക്കടയിൽ ചോദിച്ചു മേടിക്കണം.
ഇനി കടു വറുത്ത് ഇതൊന്ന് മൂത്തതിന് ശേഷം അതിലോട്ട് ഒഴിക്കുക. ഈ കടു വറുത്തത് ഈ പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് വലിയ തവി എടുത്ത് ഒന്ന് കോരി ഇതാകണ്ട അതിനകം വറുത്തരച്ച പരിപ്പ് അങ്ങനെ പയർ വറുത്ത് കൊള്ളുന്ന പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട മംഗലത്തിലാണ് വെച്ചത്. ഇത് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി പരിപ്പ്. ഇനി ഇതാ മീൻ ഫ്രൈക്ക് അടുപ്പിലിട്ടിട്ടുണ്ട്. ഇതാ മീൻ ഫ്രൈ, ചാള ഫ്രൈ അടുപ്പിൽ കിടക്കുന്നത്. ഇതാണ്ട ചാളക്കറി, മീൻ കറി വെച്ച് ഇതാ അവിയൽ, പിന്നെ ഇത് ചോറ് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പരിപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.